നമസ്കാരം. പ്രൈം ടൈം ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രവിത ലക്ഷ്മി. വിശദമായ വാർത്തകൾ നോക്കാം. കരകയറി കടൽ. സംസ്ഥാനത്ത് പലയിടങ്ങളിലും കടൽക്ഷോഭം. തിരുവനന്തപുരം, ആലപ്പുഴ, തൃശൂർ, എറണാകുളം ജില്ലകളിൽ പലയിടങ്ങളിലും കടൽ കയറി. തിരുവനന്തപുരം മുതലപ്പുഴയിൽ മത്സ്യബന്ധന വള്ളം മറിഞ്ഞ് അപകടത്തിൽപ്പെട്ട 2 പേരെ രക്ഷപ്പെടുത്തി. കടലേറ്റം ശക്തമായതോടെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ജില്ലാ കളക്ടർമാരുടെ അടിയന്തര യോഗം വിളിച്ചു. സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരുന്നതായി ഫിഷറീസ് മന്ത്രി സജി ചെറിയാൻ അറിയിച്ചു. തിരുവനന്തപുരം ജില്ലയിലെ പൊഴിയൂരിലാണ് ഇന്നുച്ചയോടെ തുടങ്ങിയ ശക്തമായ കടലാക്രമണം ഏറ്റവും കൂടുതൽ നാശനഷ്ടമുണ്ടാക്കിയത്. നിരവധി വീടുകളിൽ വെള്ളം കയറി. പല വീടുകളും അപകടാവസ്ഥയിലാണ്. മീൻപിടുത്തോപകരണങ്ങൾക്കും നാശനഷ്ടമുണ്ടായി. കൃത്യമായ മുന്നറിയിപ്പ് നൽകിയില്ലെന്നും ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്നതിലുൾപ്പെടെ അധികൃതർ അലംഭാവം കാണിച്ചെന്നും നാട്ടുകാർ. അതുകൊണ്ട് ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നും ഒന്നും അറിഞ്ഞില്ല. ഞങ്ങളും പിള്ളേരും വെള്ളത്തിലാണ്. പള്ളിക്കൂടത്തിൽ എവിടെ പോയി കിടക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് അവർ ഒരുക്കി തരട്ടെ, ഞങ്ങൾ പോയി കിടക്കാം. പൊഴിയൂരിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. കടലാക്രമണത്തിൽ മുതലപ്പുഴയിൽ മത്സ്യബന്ധന വള്ളം മറിഞ്ഞു. വള്ളത്തിലുണ്ടായിരുന്ന 2 പേരെ രക്ഷപ്പെടുത്തി. പൂന്തുറ, അഞ്ചുതെങ്ങ്, പൂത്തുറ, വർക്കല എന്നിവിടങ്ങളിൽ കടൽ കയറി. അഞ്ചുതെങ്ങ് തീരദേശ റോഡ് തീരദേശ പോലീസ് അടച്ചു. തിരുവനന്തപുരം ജില്ലയിലെ തീരദേശ മേഖലയിലെ വിനോദസഞ്ചാര പ്രവർത്തനങ്ങൾ താത്കാലികമായി നിർത്തിവെച്ചു. ആലപ്പുഴയിൽ പുറക്കാട്, വളഞ്ഞവഴി, ചേർത്തല, പള്ളിത്തോട് എന്നിവിടങ്ങളിലും കടലേറ്റം രൂക്ഷമായി. പള്ളിത്തോടും വളഞ്ഞവഴിയിലും വീടുകളിൽ വെള്ളം കയറി. പലയിടങ്ങളിലും ഗതാഗതം തടസ്സപ്പെട്ടു. എറണാകുളത്ത് ഫോർട്ട് കൊച്ചിയിലും വൈപ്പിനിലും കടൽക്ഷോഭം രൂക്ഷമാണ്. തൃശൂർ പെരിഞ്ഞനം സമിതി ബീച്ച്, കയ്പമംഗലം, വഞ്ചിപ്പുര എന്നിവിടങ്ങളിലും കടൽ ആഞ്ഞടിച്ചു. മത്സ്യബന്ധന ഉപകരണങ്ങൾക്കും കേടുപാടുണ്ടായി. കടലേറ്റം സ്വാഭാവിക പ്രതിഭാസമാണെന്നാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വിലയിരുത്തൽ. അതേസമയം തീരദേശ ജില്ലകളിലെ കളക്ടർമാർ യോഗം ചേർന്നു. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. കനത്ത മഴയിൽ പശ്ചിമബംഗാളിലും അസമിലും വ്യാപക നാശനഷ്ടം. പശ്ചിമബംഗാളിലെ ജൽപായ്ഗുരിയിൽ ചുഴലിക്കാറ്റിൽ 4 പേർ മരിച്ചു. 100-ലധികം പേർക്ക് പരുക്കേറ്റു. നിരവധി വീടുകൾ തകർന്നു. അസമിൽ നിരവധി മരങ്ങൾ കടപുഴകി വീണു. ഗുവാഹട്ടി എയർപോർട്ടിന്റെ റൂഫ് സീലിംഗ് തകർന്നു. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് 6 വിമാനങ്ങൾ വഴിതിരിച്ചുവിട്ടു. സാമ്പത്തിക പ്രതിസന്ധിയിൽ കേരളത്തിന് നാളെ നിർണായകം. അധിക പണം കടമെടുക്കാനുള്ള കേരളത്തിന്റെ സ്യൂട്ട് ഹർജിയിൽ സുപ്രീംകോടതി നാളെ വിധി പറയും. കേന്ദ്രവും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള ചർച്ചകൾ പരാജയപ്പെട്ടതോടെയാണ് വിശദവാദം കേട്ട ശേഷം വിധി പറയാനായി മാറ്റിയത്. മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന പിതാവിനെ കാണാനാണ് സിംന ഷക്കീർ എത്തിയത്. ഇതിനിടയിൽ കുട്ടികളുടെയും സ്ത്രീകളുടെയും വാർഡിൽ വെച്ച ഷാഹുൽ അലി സിംനയെ തടഞ്ഞു നിർത്തി സംസാരിച്ചു. പിന്നാലെ കയ്യിൽ കരുതിയ കത്തി ഉപയോഗിച്ച കുത്തി കൊലപ്പെടുത്തി. കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെ ഷാഹുൽ ആശുപത്രിയിൽ എത്തിയെന്നാണ് പോലീസിന്റെ നിഗമനം. സാമ്പത്തിക പ്രതിസന്ധിയിൽ കേരളത്തിന് നാളെ നിർണായകം. അധിക പണം കടമെടുക്കാനുള്ള കേരളത്തിന്റെ സ്യൂട്ട് ഹർജിയിൽ സുപ്രീംകോടതി നാളെ വിധി പറയും. സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായ ഘട്ടത്തിൽ കടമെടുപ്പ് പരിധി കേന്ദ്രം വെട്ടിക്കുറച്ചതോടെയാണ് കേരളം സുപ്രീംകോടതിയെ സമീപിക്കുന്നത്. സംസ്ഥാനത്തിന്റെ സ്യൂട്ട് ഹർജി പരിഗണിച്ച സുപ്രീംകോടതി സാമ്പത്തിക നയത്തിൽ ഇടപെടാൻ പരിധിയുണ്ടെന്നറിയിച്ചു. ഇതിന് പിന്നാലെ കേരളത്തോടും കേന്ദ്രത്തോടും ചർച്ച ചെയ്ത് പ്രശ്നം പരിഹരിക്കാൻ സുപ്രീംകോടതി നിർദ്ദേശിച്ചു. ആദ്യഘട്ട ചർച്ച പരാജയപ്പെട്ടതോടെ ഹർജിയിൽ ഇടപെട്ട സുപ്രീംകോടതി 13,608 കോടി രൂപ കടമെടുക്കാൻ അനുമതി നൽകി. അധിക കടമെടുപ്പിന് വീണ്ടും ചർച്ച നടത്താൻ സുപ്രീംകോടതി ആവർത്തിച്ചു. 19,351 കോടി രൂപ കടമെടുക്കാൻ അനുവദിക്കണമെന്ന കേരളത്തിന്റെ ആവശ്യം ചർച്ചയിൽ കേന്ദ്ര ധനകാര്യ മന്ത്രാലയം അംഗീകരിച്ചില്ല. ചർച്ചയിലെ കേന്ദ്ര നിലപാട് കേരളം സുപ്രീംകോടതിയെ അറിയിച്ചതോടെയാണ് ഹർജിയിൽ വിധി പറയാൻ ഒരുങ്ങുന്നത്. സൗജന്യമല്ല, കടമെടുക്കാനുള്ള അനുമതിയാണ് തേടുന്നതെന്നാണ് കേരളത്തിന്റെ പ്രധാന വാദം. സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം ധനമാനേജ്മെന്റിലെ പിടിപ്പുകേടെന്നായിരുന്നു കേന്ദ്രം സുപ്രീംകോടതിയെ അറിയിച്ചത്. സുപ്രീംകോടതി വിധി കേരളത്തിന് അനുകൂലമാകുമോ പ്രതികൂലമാകുമോ എന്നാണ് കാണേണ്ടത്. 24 ഡൽഹി. കേന്ദ്ര ഏജൻസികളുടെ രാഷ്ട്രീയ വേട്ട ഉയർത്തിക്കാട്ടി ഇന്ത്യ സഖ്യം ഡൽഹിയിൽ നടത്തിയ മഹാറാലി പ്രതിപക്ഷത്തിന്റെ ശക്തി പ്രകടനമായി മാറി. രാജ്യം നിലനിൽക്കാൻ വേണ്ടിയുള്ള പോരാട്ടമാണ് ഇന്ത്യ സഖ്യം നടത്തുന്നതെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. നവഭാരത നിർമ്മാണത്തിനായി പിന്തുണ തേടിയുള്ള കെജ്രിവാളിന്റെ സന്ദേശം ഭാര്യ സുനിത കെജ്രിവാൾ വായിച്ചു. 28 പ്രതിപക്ഷ പാർട്ടികൾ റാലിയിൽ അണിനിരന്നു. പ്രതിപക്ഷ പാർട്ടികൾക്ക് നേരെയുള്ള കേന്ദ്ര ഏജൻസികളുടെ നടപടിയിൽ മോദി സർക്കാരിനെതിരെ ശക്തമായ സന്ദേശമാണ് ഇന്ത്യ സഖ്യം രാംലീല മൈതാനത്ത് നൽകിയത്.
ചരിത്രപ്രസിദ്ധമായ രാംലീല മൈതാനത്ത് 28 പ്രതിപക്ഷ പാർട്ടികളിലെ നേതാക്കൾ അണിനിരന്നു. ഇന്ത്യ സഖ്യം രൂപീകരിച്ചതിനു ശേഷം ആദ്യമായാണ് മുഴുവൻ പ്രതിപക്ഷ പാർട്ടികളിലെയും നേതാക്കൾ ഒരുമിച്ച് വേദി പങ്കിട്ടത്. കേന്ദ്ര സർക്കാരിനെയും പ്രധാനമന്ത്രിയെയും നേതാക്കൾ കടന്നാക്രമിച്ചു. ലോക്സഭയിൽ 400 സീറ്റുകൾക്കായി BJP കോർപ്പറേറ്റുകളുമായി ഒത്തുകളിക്കുകയാണെന്ന് രാഹുൽ ഗാന്ധി ആരോപിച്ചു. कोई मामूली चुनाव नहीं है. ये चुनाव हिंदुस्तान को बचाने का, संविधान को बचाने का और जो गरीबों का हक है, किसानों का हक है, पिछड़े वर्गों का, दलितों का, आदिवासियों का, गरीब जनरल कास्ट के लोगों का हक है, उसको बचाने का हक, उसको बचाने का चुनाव है. BJP ഒരു വട്ടം കൂടി അധികാരത്തിലെത്തിയാൽ രാജ്യത്ത് തീ പടരും. ഇത് ഭാരതത്തെ രക്ഷിക്കാനുള്ള തെരഞ്ഞെടുപ്പാണെന്നും രാഹുൽ ഗാന്ധി. പ്രധാനമന്ത്രിയെ എല്ലാം ഉണ്ടായിട്ടും പരാജയപ്പെട്ട രാവണനോട് ഉപമിച്ചായിരുന്നു പ്രിയങ്ക ഗാന്ധിയുടെ വിമർശനം. हर साल दशहरे के दिन यहाँ इसी मैदान में रावण के पुतले का दहन होता है. आज जो सत्ता में है वे अपने आप को राम भक्त कहलाते हैं. ED കസ്റ്റഡിയിൽ കഴിയുന്ന ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ സന്ദേശം ഭാര്യ സുനിത കെജ്രിവാൾ വേദിയിൽ വായിച്ചു. വോട്ട് വേണമെന്നല്ല, പുതിയ ഭാരതത്തെ നിർമ്മിക്കണമെന്നാണ് താൻ ആവശ്യപ്പെടുന്നതെന്ന് കെജ്രിവാൾ. आपके केजरीवाल शेर है, शेर. ये ज्यादा दिन तक उनको जेल में नहीं रख पाएंगे. करोड़ों लोगों के दिल में बसते हैं केजरीवाल. സോണിയാഗാന്ധി, മല്ലികാർജുൻ ഖാർഗെ, ഫറൂഖ് അബ്ദുള്ള, മെഹബൂബ മുഫ്തി, ശരത് പവാർ, സീതാറാം യെച്ചൂരി, അഖിലേഷ് യാദവ്, ഡെറിക് ഒബ്രെയിൻ, കൽപ്പന സോറൻ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്തു. 28 കോടികൾ ചേർത്ത് പിടിച്ച രാംലീല മൈതാനത്തെ മഹാറാലിക്ക് പ്രതിപക്ഷ ആണികളെ ആവേശം കൊള്ളിക്കാനായി. ഇന്ത്യ സഖ്യം കൈകൾ ചേർത്ത് പിടിച്ച് ഇനി അധികാരമേറുമോ എന്നാണ് കണ്ടറിയാനുള്ളത്. ഡൽഹി രാംലീല മൈതാനത്തു നിന്നും ടീം 24 ഡൽഹി. ഇന്ത്യ മുന്നണിയെയും കോൺഗ്രസിനെയും രൂക്ഷമായി വിമർശിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അഴിമതിക്കെതിരായ പോരാട്ടത്തെ തടസ്സപ്പെടുത്തുന്നു എന്നാണ് വിമർശനം. ഇന്ദിരാഗാന്ധിയുടെ ഭരണകാലത്ത് കച്ചത്തീവ് ദ്വീപ് ശ്രീലങ്കയ്ക്ക് വിട്ടുകൊടുത്തതിനെയും കോൺഗ്രസിനെതിരെ ആയുധമാക്കുകയാണ് പ്രധാനമന്ത്രി. മീററ്റിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു നരേന്ദ്രമോദി. അയോധ്യ രാമക്ഷേത്രവും വനിതാ സംവരണ ബില്ലും സർക്കാരിന്റെ നേട്ടങ്ങളായി പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. പിന്നാലെ ഇന്ത്യ മുന്നണിക്ക് രൂക്ഷ വിമർശനം. സർക്കാർ അഴിമതിക്കെതിരെ നടപടി സ്വീകരിക്കുമ്പോൾ പ്രതിപക്ഷം അഴിമതിക്കാരെ സംരക്ഷിക്കുകയാണെന്ന് നരേന്ദ്രമോദി. മോദി पूरी ताकत से भ्रष्टाचार के खिलाफ लड़ाई लड़ रहा है तो इन लोगों ने मिलकर एक इंडी गठबंधन भी बना लिया है. इनको लगता है कि मोदी इनसे डर जाएगा, लेकिन मेरे लिए मेरा भारत मेरा परिवार है और इसलिए बड़े बड़े भ्रष्टाचारी आज सलाखों के पीछे हैं. सुप्रीम कोर्ट तक जमानत नहीं मिल रही है. കച്ചദ്വീപ് ദ്വീപുമായി ബന്ധപ്പെട്ട വിവരാവകാശ രേഖ പുറത്തുവന്നതിന് പിന്നാലെ വിഷയം രാഷ്ട്രീയായുധമാക്കുകയാണ് പ്രധാനമന്ത്രി. ഇന്ത്യക്ക് അവകാശപ്പെട്ട കച്ചദ്വീപ് കോൺഗ്രസ് നിസ്സാരമായി ശ്രീലങ്കയ്ക്ക് വിട്ടുകൊടുത്തതെന്ന് വിമർശനം. ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിലുള്ള ചെറുദ്വീപാണ് കച്ചദ്വീപ്. ഇതിന്റെ അവകാശത്തെ ചൊല്ലി ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ തർക്കം നിലനിന്നിരുന്നു. പ്രശ്നപരിഹാരത്തിന് 1974 ജൂലൈ 28-ന് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും ശ്രീലങ്ക പ്രധാനമന്ത്രി സിരിമാവോ ബണ്ടാരനായകയും കരാറിൽ ഒപ്പുവെച്ചു. ഇതനുസരിച്ചാണ് കച്ചദ്വീപ് ശ്രീലങ്കയ്ക്ക് സ്വന്തമായത്. കച്ചദ്വീപ് തിരിച്ചുപിടിക്കണമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. തമിഴ്നാട്ടിൽ നിന്നും മത്സ്യബന്ധനത്തിനായി പോകുന്ന തൊഴിലാളികളെ ശ്രീലങ്കൻ നാവികസേന അറസ്റ്റ് ചെയ്യുന്നത് നിത്യസംഭവമായി മാറിയ സാഹചര്യത്തിലായിരുന്നു സ്റ്റാലിന്റെ പ്രസ്താവന. തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിൽ BJP തകരുമെന്ന സർവേ ഫലം വന്നതാണ് പ്രധാനമന്ത്രി വിഷയം ഏറ്റെടുക്കാൻ കാരണമെന്ന് കോൺഗ്രസ് പ്രതികരിച്ചു. 24 ഡൽഹി. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ഫോൺ വിവരങ്ങൾ തേടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആപ്പിൾ കമ്പനിയെ സമീപിച്ചു. കെജ്രിവാൾ പാസ്വേഡ് നൽകുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് നീക്കം. പാർട്ടി വിവരങ്ങൾ ചോർത്താനാണ് EDയുടെ നീക്കമെന്നാണ് ആം ആദ്മി പാർട്ടിയുടെ ആരോപണം. കെജ്രിവാളിന്റെ ED കസ്റ്റഡി നാളെ അവസാനിക്കും.
കഴിഞ്ഞ തവണ റോസ് അവന്യൂ കോടതിയിൽ ഇഡി നൽകിയ കസ്റ്റഡി അപേക്ഷയിലെ പ്രധാന ആരോപണങ്ങളിലൊന്ന് കെജ്രിവാൾ അന്വേഷണവുമായി സഹകരിക്കുന്നില്ലെന്നായിരുന്നു. ഡിജിറ്റൽ ഉപകരണങ്ങളുടെ പാസ്വേഡ് നൽകാൻ കെജ്രിവാളിനോട് ഇഡി ആവശ്യപ്പെട്ടിരുന്നെങ്കിലും അഭിഭാഷകനോട് ചോദിച്ച ശേഷം നൽകാമെന്നായിരുന്നു മറുപടി. കസ്റ്റഡി കാലയളവിലും കെജ്രിവാൾ പാസ്വേഡ് നൽകാത്തതിനെ തുടർന്നാണ് ഇഡി ആപ്പിൾ കമ്പനിയെ നേരിട്ട് സമീപിച്ചത്. 2020-21 മദ്യനയം രൂപീകരിക്കുന്നത് സംബന്ധിച്ചുള്ള നിർണായക വിവരങ്ങൾ കെജ്രിവാളിന്റെ ഫോണിലുണ്ടെന്നാണ് ഇഡിയുടെ ആരോപണം. അന്ന് ഉപയോഗിച്ചിരുന്ന ഫോൺ തന്റെ പക്കലില്ലെന്നാണ് അരവിന്ദ് കെജ്രിവാൾ ഇഡിയെ അറിയിച്ചത്. പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് പദ്ധതികൾ ബിജെപിക്ക് ചോർത്തി നൽകാനാണ് ഇഡി ശ്രമമെന്നാണ് ആം ആദ്മി പാർട്ടിയുടെ ആരോപണം. അരവിന്ദ് കെജ്രിവാളിന്റെ കസ്റ്റഡി കാലാവധി നാളെ അവസാനിക്കും. 4 ദിവസത്തേക്ക് കൂടി കെജ്രിവാളിന്റെ കസ്റ്റഡി നീട്ടി നൽകണമെന്ന് ഇഡി ആവശ്യപ്പെട്ടേക്കും. 24 ഡൽഹി. ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്കാണ്. കോഴിക്കോട് കൊയിലാണ്ടി ടൗണിലെ മേൽപ്പാലത്തിനടിയിൽ തീപിടുത്തം. മാലിന്യക്കൂമ്പാരത്തിനാണ് തീപിടിച്ചത്. അഗ്നിരക്ഷാസേനയെത്തി തീ അണയ്ക്കുകയാണ്. രാഹുൽ സുരേഷ് വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് ചേരുന്നുണ്ട്. രാഹുൽ, തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചിട്ടുണ്ടോ? പ്രവിത, കോഴിക്കോട് കൊയിലാണ്ടി ടൗണിലുള്ള പാലത്തിനടിയിൽ അല്പം മുമ്പാണ് തീപിടുത്തം ആളുകളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത്. ടൗണിൽ തന്നെയുള്ള പാലത്തിനടിയിലാണ് തീപിടുത്തം ഉണ്ടായിട്ടുള്ളത്. ഇവിടെ വീടുകളിൽ നിന്നും ശേഖരിക്കുന്ന മാലിന്യം സൂക്ഷിക്കുന്നത് ഈ പാലത്തിനടിയിലാണ്. ഈ മാലിന്യം ഇവിടെ സൂക്ഷിച്ച ശേഷം ഇവിടെ നിന്നും വേർതിരിച്ചാണ് മറ്റിടങ്ങളിലേക്ക് സംസ്കരിക്കാനായി കൊണ്ടുപോകുന്നത്. ഈ മാലിന്യ കൂമ്പാരത്തിനാണ് തീ പിടിച്ചിട്ടുള്ളത്. ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ തീ അണയ്ക്കാനുള്ള ശ്രമം ഇപ്പോഴും തുടരുകയാണ്. തീ നിലവിൽ നിയന്ത്രണ വിധേയമായിട്ടില്ല. കൊയിലാണ്ടി ഫയർഫോഴ്സിന്റെ 2 യൂണിറ്റാണ് തീ അണയ്ക്കാനുള്ള ശ്രമം നടത്തുന്നത്. ഈ ആദ്യം പുക ഉയരുന്നത് കണ്ട 2 യുവാക്കൾ സംഭവം ഫയർഫോഴ്സിനെ അറിയിക്കുകയായിരുന്നു. ഉടൻ തന്നെ കൊയിലാണ്ടി ഫയർഫോഴ്സ് സംഭവ സ്ഥലത്തേക്ക് എത്തിയ ശേഷം തീ അണയ്ക്കാനുള്ള ശ്രമം ആരംഭിക്കുകയായിരുന്നു. ഇപ്പോഴും തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. എന്താണെങ്കിലും തീ നിയന്ത്രണ വിധേയമാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഉള്ളത്. പ്രവിത, ഈ പാലത്തിലൂടെയുള്ള ഗതാഗതത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ടോ? പ്രവിത, നിലവിൽ പാലത്തിനടിയിലാണ് ഈ തീപിടുത്തം ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ഗതാഗത സംവിധാനത്തെ നിലവിൽ ഈ തീപിടുത്തം ബാധിച്ചിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സാധാരണ നിലയിൽ തന്നെയാണ് ഗതാഗതം മുന്നോട്ട് പോകുന്നത്. നിലവിൽ ഗതാഗതം നിയന്ത്രിക്കേണ്ട ഒരു ആവശ്യമില്ല എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. കാരണം അതിന് വലിയ രീതിയിലുള്ള തീപിടുത്തം ഇല്ല, സാധാരണ നിലയിലുള്ള തീപിടുത്തമാണ് ഉള്ളത്. അത് ഉടൻ തന്നെ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമമാണ് ഫയർഫോഴ്സിന്റെയും ഒപ്പം തന്നെ നാട്ടുകാരുടെയും പോലീസിന്റെയും നേതൃത്വത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രവിത, കോഴിക്കോട് കൊയിലാണ്ടി ടൗണിലെ മേൽപ്പാലത്തിനടിയിലാണ് തീപിടുത്തമുണ്ടായത്. മാലിന്യ കൂമ്പാരത്തിനാണ് തീപിടിച്ചത്. അഗ്നിരക്ഷാസേന തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. നോക്കാം ലോക്സഭാ തിരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ. ICL FinCorp 24 ഇലക്ഷൻ സമർപ്പിക്കുന്നത് ICL FinCorp, the intelligent choice. Powered by Asset, responsibly yours. In association with Durashine Roof and Wall Sheets, ഒരു ടാറ്റ ബ്ലൂസ്കോപ്പ് സ്റ്റീൽ ഉൽപ്പന്നം. പരസ്പരം പെരുമാറ്റച്ചട്ട ലംഘനം ആരോപിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ച മുന്നണികൾ മതചിഹ്നം ഉപയോഗിക്കുന്നു, ഔദ്യോഗിക സംവിധാനങ്ങൾ ദുരുപയോഗം ചെയ്യുന്നു എന്നിങ്ങനെയാണ് പരാതികൾ. ആലത്തൂരിൽ സ്ഥാനാർത്ഥികളുടെ ഫ്ലക്സ് ബോർഡുകൾ തകർത്തു. പ്രചാരണ വേദികളിൽ പൌരത്വ ഭേദഗതിയും കേന്ദ്ര ഏജൻസികളും തന്നെയാണ് പ്രധാന ചർച്ചാ വിഷയം. പത്തനംതിട്ടയിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളിൽ ഫണ്ട് ചെലവഴിച്ച എംപിയുടെ പേരും ചിത്രങ്ങളും മറക്കണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കാരണം സിറ്റിംഗ് എംപിയായ ആന്റോ ആന്റണി തന്നെയാണ് ഇത്തവണയും UDFന് വേണ്ടി മത്സരിക്കുന്നത്. LDFന്റെ പരാതിയിലാണ് നടപടി. ചെലവ് ആന്റോ ആന്റണി വഹിക്കണം. സർക്കാർ സംവിധാനങ്ങളെ ദുരുപയോഗം ചെയ്യുന്നത് തോമസ് ഐസക്കാണെന്ന് ആന്റോ ആന്റണിയുടെ പ്രതികരണം. സർക്കാരിൻ്റെ സംവിധാനം മുഴുവൻ ദുരുപയോഗം ചെയ്യുന്നു. കുടുംബശ്രീ സർക്കാരിൻ്റെ, തൊഴിലുറപ്പ് സർക്കാരിൻ്റെ, അതുപോലെ അംഗൻവാടി സർക്കാരിൻ്റെ, ഹരിതസേന സർക്കാരിൻ്റെ, ഇതിനെല്ലാം അന്ത്യശാസനം കൊടുത്തിരിക്കുക. നിങ്ങൾ വന്ന ഐസക്കിൻ്റെ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ പങ്കെടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി തൊഴിലുണ്ടാവില്ല എന്ന് പറഞ്ഞ് അന്ത്യശാസനം കൊടുത്ത് ഭീഷണിപ്പെടുത്തിയാണ് അവരെ കൊണ്ടുവരുന്നത്. അതുപോലെ തൃശൂരിൽ പ്രചാരണത്തിനിടെ BJP ദേശീയ വൈസ് പ്രസിഡന്റ് AP അബ്ദുള്ളക്കുട്ടി ശ്രീരാമന്റെ പേരുപയോഗിച്ചതിനെതിരെ LDF തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചു. CPM-ന് പ്രകടനത്തിൽ പങ്കെടുക്കുന്നവർ പോലും അവർക്ക് വോട്ട് ചെയ്യില്ല. അവർ രഹസ്യമായി വന്ന് ശ്രീരാമനെ മനസ്സിൽ ധ്യാനിച്ച് താമരക്ക് വോട്ട് ചെയ്യും. മിക്കവാറും സഖാക്കളെ വീട്ടിലൊക്കെ സന്ധ്യക്ക് വിളക്ക് കൊളുത്തി രാമരാമ മന്ത്രങ്ങൾ ഉരുവിടുന്നത് ഈ കുഞ്ഞിക്കാതുകൊണ്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ആറ്റിങ്ങലിൽ UDF ആണ് പരാതിക്കാർ. പബ്ലിക് റിലേഷൻസ് വകുപ്പ് പുറത്തിറക്കിയ മുഖ്യമന്ത്രിയുടെ നിയമസഭാ പ്രസംഗം എന്ന പുസ്തകം LDF പ്രചാരണത്തിന് ഉപയോഗിക്കുന്നുവെന്നാണ് പരാതി. ആലത്തൂരിൽ UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന്റെയും LDF സ്ഥാനാർത്ഥി K രാധാകൃഷ്ണന്റെയും പോസ്റ്ററുകളും ഫ്ലക്സുകളും നശിപ്പിച്ച നിലയിൽ കണ്ടെത്തി. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24.
കർണാടകയിലെ NDA സ്ഥാനാർത്ഥിയുടെ പോസ്റ്ററിൽ മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെയും മാത്യു ടി തോമസിന്റെയും ചിത്രം ഉപയോഗിച്ചതിൽ വിവാദം. പോസ്റ്റർ വ്യാജമാണെന്ന് JDS സംസ്ഥാന ഘടകം വിശദീകരിച്ചു. DGPക്ക് പരാതി നൽകി. BJP ബന്ധത്തെ ചൊല്ലി കേരളത്തിൽ LDFും UDFും കൊമ്പുകോർക്കുന്നതിനിടെയാണ് പോസ്റ്റർ വിവാദമായത്. കേരളത്തിൽ LDFിനൊപ്പമാണ് JDS. ദേശീയ നേതൃത്വവുമായി ബന്ധമില്ലെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി ആവർത്തിച്ചു. ചിത്രം ഉപയോഗിക്കാൻ ആർക്കും അനുമതി നൽകിയിട്ടില്ലെന്ന് കെ കൃഷ്ണൻകുട്ടിക്ക് പിന്നാലെ JDS സംസ്ഥാന അധ്യക്ഷൻ മാത്യു ടി തോമസും വ്യക്തമാക്കി. കർണാടകത്തിൽ BJPയുമായി ബന്ധം വന്നപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ സ്റ്റേറ്റ് കമ്മിറ്റി കൂടി ഐക്യകണ്ഠേന തീരുമാനത്തോ കർണാടക പാർട്ടിയുമായി യാതൊരു ബന്ധമില്ലാത്ത തീരുമാനമെടുത്തു. പിന്നെ അതിനി ഒരു പ്രത്യേക ചർച്ചയാവുന്ന ആവശ്യമില്ല. ഞങ്ങളുടെ ഫോട്ടോ വെച്ചതെന്ന് ഞങ്ങൾക്കറിയില്ല. ഒരു BJP സ്ഥാനാർത്ഥിക്കും ഞങ്ങളുടെ ചിത്രങ്ങൾ ചേർത്ത് പോസ്റ്റ് അടിക്കുവാനുള്ള അനുവാദം നൽകിയിട്ടില്ല. ഞങ്ങളുടെ ചിത്രങ്ങൾ ഉപയോഗിച്ചാൽ വോട്ട് കിട്ടും എന്ന ഒരു ധാരണ കർണാടകത്തിൽ ഏതെങ്കിലും സ്ഥാനാർത്ഥിക്ക് ഉണ്ടാകും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നുമില്ല. അതുകൊണ്ട് നവമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന പോസ്റ്റർ കൃത്രിമമായി സൃഷ്ടിച്ചതാണ് എന്ന് ഞങ്ങൾ കരുതുന്നു. പോസ്റ്റർ വ്യാജമാണെന്ന് JDS സംസ്ഥാന നേതൃത്വം വ്യക്തമാക്കി. കൊല്ലം ജില്ലയിലുള്ള ഒരാളാണ് പോസ്റ്റർ തയ്യാറാക്കിയത്. ഇയാൾക്കെതിരെ DGPക്ക് പരാതി നൽകിയിട്ടുണ്ടെന്നും നേതാക്കൾ പറഞ്ഞു. പ്രചരിക്കുന്ന പോസ്റ്ററുമായി ബന്ധമില്ല എന്ന് കർണാടക JDSും BJPയും വ്യക്തമാക്കിയിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് സമയത്ത് വ്യാജ പോസ്റ്റർ പ്രചരിപ്പിച്ചതിന് പിന്നിൽ ഗൂഢാലോചന ഉണ്ടെന്നാണ് JDSന്റെ നിഗമനം. ശ്യാംകുമാർ, 24, ആലത്തൂർ. വികസനത്തിനൊപ്പം പൗരത്വ നിയമ ഭേദഗതിയും ചർച്ച ചെയ്ത് 24ന്റെ തിരഞ്ഞെടുപ്പ് സംവാദ പരിപാടിയായ ഇവിടെ രാഷ്ട്രീയം പറയാം. കോഴിക്കോട് പാർലമെന്റ് മണ്ഡലത്തിൽ നടന്ന പരിപാടി വീട്ടമ്മമാരുടെ പങ്കാളിത്തം കൊണ്ടും ശ്രദ്ധേയമായി. ഏത് വർഷമാണ് വെള്ളയിൽ പ്രോജക്ടിന്റെ ഹാർബറിന്റെ പ്രോജക്ട് സമർപ്പിച്ചത്? ഏത് വർഷമാണ് വെള്ളയിൽ വെള്ളയിൽ ഹാർബർ, മെഡിക്കൽ കോളേജ് തുടങ്ങിയവയുടെ വികസന കാര്യങ്ങളിൽ തുടങ്ങിയ ചർച്ച വിവിധ വിഷയങ്ങളിലൂടെയാണ് കടന്നുപോയത്. ഇടത് നേതാവ് M ഗിരീഷിനും UDF പ്രതിനിധി KM അഭിജിത്തിനുമൊപ്പം NDA പ്രതിനിധി അഡ്വക്കേറ്റ് VK സജീവനും വാക്പോരുകൊണ്ട് പ്രേക്ഷകരെ പിടിച്ചു നിർത്തി. പ്രവർത്തകരും ചേർന്നപ്പോൾ തെരഞ്ഞെടുപ്പ് സംവാദ പരിപാടി ആവേശമായി. UDF ഭരണഘടന സംരക്ഷിക്കാൻ വോട്ട് തേടുമ്പോൾ ചിഹ്നം നഷ്ടപ്പെടാതിരിക്കാനാണ് LDF വോട്ട് തേടുന്നത് എന്ന് അഭിജിത്തിന്റെ വിമർശനം. ചോദിക്കുന്നു, ഞങ്ങളുടെ ഉത്തരവാദിത്വം പറയുന്നു ഭരണഘടനയെ സംരക്ഷിക്കാൻ, ജനാധിപത്യ മതനിരപേക്ഷ ബഹുസ്വര മൂല്യങ്ങളെ സംരക്ഷിക്കാൻ. ഞങ്ങൾ ഇവിടെ വോട്ട് ചോദിച്ചു നിങ്ങളുടെ അരികെ വരുന്നു. തൊട്ടപ്പുറത്ത് ആരാ മത്സരിക്കുന്നതെന്നേ? ഈനാമ്പേച്ചിയിൽ മരപ്പട്ടിക്ക് എലിപ്പട്ടിക്ക് വോട്ട് ചെയ്യേണ്ട സാഹചര്യം ഇല്ലാതിരിക്കാൻ CPMന്റെ ചിഹ്നം നിലനിർത്താൻ വേണ്ടി മത്സരിക്കുന്നവരുണ്ട്. ആ കാര്യത്തിൽ നിലനിർത്താൻ വേണ്ടി മാത്രമേ. പൗരത്വ നിയമ ഭേദഗതിയിൽ കോൺഗ്രസ് നേതാക്കളുടെ മൗനം കുറ്റകരമെന്ന് ഗിരീഷിന്റെ മറുപടി. ഇലക്ട്രൽ ബോണ്ട് വിഷയത്തിൽ VK സജീവിനെതിരെ വിമർശനം. ഇലക്ടറൽ ബോണ്ടിനെ കുറിച്ചിട്ടാണ് ഈ അഴിമതി എന്ന് പറയുന്നത്. വീണ വിജയൻ മേടിച്ചതുപോലെ BJP നേതാക്കന്മാർ മാസപ്പടിയൊന്നും മേടിച്ചിട്ടില്ല. അക്കൗണ്ടിലൂടെയാണ് കൊടുത്തിരിക്കുന്നത്. അതിന് സർക്കാരിലേക്ക് ടാക്സും വന്നിട്ടുണ്ട്. അതിന് പിന്നെ വേറെ ദുരാരോപണങ്ങൾ ഉന്നയിക്കുന്നതിൽ ഞങ്ങൾക്ക് അതിന് ബാധ്യതയില്ല. പെൻഷൻ, സപ്ലൈകോയിൽ ഉൽപ്പന്നങ്ങൾ ഇല്ലാത്തത്, ഭക്ഷ്യവസ്തുക്കളുടെ വില വർധനവ് തുടങ്ങിയ വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി വീട്ടമ്മമാരും ചർച്ചയുടെ ഭാഗമായി. എത്ര ആളുകൾക്ക് പെൻഷൻ കിട്ടിയിട്ടുണ്ട്? എത്ര ആളുകൾക്ക് പെൻഷൻ? CPM-ആരായാലും BJP-ക്കാരായാലും കോൺഗ്രസ്സുകാരായാലും ഈ ഭരണത്തിൽ ഇരിക്കുന്ന നേതാക്കന്മാരുണ്ടല്ലോ, എത്ര ആളുകൾക്ക് പെൻഷൻ കൊടുത്ത്? മാവേലി സ്റ്റോറിൽ എന്തുണ്ടോ? മാവേലി സ്റ്റോറിൽ എന്തുണ്ടോ? ഗ്യാസിന്റെ വില റിയാസ് മൗലവി വധക്കേസിൽ LDFും RSSും ഒത്തുകളിച്ചെന്ന് UDF ആരോപിച്ചപ്പോൾ മറുപടിയുമായി LDF NDA പ്രതിനിധികളെത്തി. കോതി ആവിക്കൽത്തോട് സമരക്കാരെ തീവ്രവാദികളെന്ന് വിളിച്ച CPIM നിലപാടും ചോദ്യം ചെയ്യപ്പെട്ടു. 24 സീനിയർ ന്യൂസ് എഡിറ്റർ ഹാഷ്മി താജ് ഇബ്രാഹിമായിരുന്നു അവതാരകൻ. 24 കോഴിക്കോട്. മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിൽ യുവതിയെ ആൺസുഹൃത്ത് കുത്തിക്കൊലപ്പെടുത്തി. മൂവാറ്റുപുഴ നിരപ്പ് സ്വദേശി സിംന ഷക്കീറാണ് മരിച്ചത്. ആക്രമണം നടത്തിയ ഷാഹുൽ അലിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന പിതാവിനെ കാണാനാണ് സിംന ഷക്കീർ എത്തിയത്. ഇതിനിടയിൽ കുട്ടികളുടെയും സ്ത്രീകളുടെയും വാർഡിൽ വെച്ച ഷാഹുൽ അലി സിംനയെ തടഞ്ഞു നിർത്തി സംസാരിച്ചു. പിന്നാലെ കയ്യിൽ കരുതിയ കത്തി ഉപയോഗിച്ച കുത്തി കൊലപ്പെടുത്തി. കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെ ഷാഹുൽ ആശുപത്രിയിൽ എത്തിയെന്നാണ് പോലീസിന്റെ നിഗമനം. ഇയാൾ മുൻപും സിംനയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചിരുന്നതായി സഹോദരൻ ഹാരിസ് പ്രതികരിച്ചു. താഴെ എൻ്റെ തറവാട്ടിൽ വന്നിട്ട് വീടൊക്കെ ഡോറൊക്കെ ചവിട്ടി പൊളിച്ചിട്ടുണ്ട്. പ്രാവശ്യം മാറിയിട്ട് ഇപ്പോൾ ഒരു 3-4 കൊല്ലം ആയെന്ന് തോന്നുന്നു. ശല്യപ്പെടുത്താൻ വന്നില്ലേ, ഇച്ചിരി പുള്ളി കഴിച്ചു കഴിഞ്ഞാൽ ചെറിയ പ്രശ്നം, പിന്നെ വായിൽ തോന്നണൊക്കെ പറയാറുണ്ട്. സിംനയും ഷാഹുലും നേരത്തെ സുഹൃത്തുക്കളായിരുന്നു. ഈ സൗഹൃദം സിംന ഉപേക്ഷിച്ചതാണ് കൊലപാതകത്തിന് കാരണമായി കണക്കാക്കുന്നത്.
കൊലപാതകത്തിനിടെ പ്രതിയുടെ വിരലുകൾക്കും ഗുരുതരമായി പരിക്കേറ്റു. ഷാഹുൽ അലിയെ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. നാളെ കോടതിയിൽ ഹാജരാക്കും. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം സിംനയുടെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. 24 കൊച്ചി. കാസർഗോഡ് റിയാസ് മൗലവി കൊലപാതക കേസിൽ പ്രതികളെ വെറുതെ വിട്ട വിചാരണ കോടതി വിധിക്കെതിരെ സർക്കാർ അപ്പീൽ നൽകും. നടപടികൾ വേഗത്തിലാക്കാൻ അഡ്വക്കേറ്റ് ജനറലിന് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേസ് നടത്തിപ്പിൽ വീഴ്ചയുണ്ടായോ എന്നും മുഖ്യമന്ത്രി മറുപടി പറയണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ലോകത്ത് എന്ത് സംഭവിച്ചാലും പ്രതിപക്ഷം മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തുമെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു. റിയാസ് മൗലവി കൊലപാതക കേസിലെ 3 പ്രതികളെയും വിചാരണ കോടതി വെറുതെ വിട്ടത് പ്രോസിക്യൂഷന് കനത്ത തിരിച്ചടിയായിരുന്നു. ഉടൻ അപ്പീൽ നൽകാനാണ് ആഭ്യന്തര വകുപ്പിന്റെ തീരുമാനം. കോടതിയിൽ പ്രതീക്ഷയുണ്ടായിരുന്നെന്നും കേസിൽ തെളിവില്ലെങ്കിൽ പ്രതികളെ ജയിലിലിട്ടത് എന്തിനാണെന്നും റിയാസ് മൗലവിയുടെ സഹോദരൻ അബ്ദുൾ റഹ്മാൻ. നമ്മളുള്ള ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നത് അവർക്ക് നല്ലൊരു കനത്ത ശിക്ഷ കിട്ടുമെന്നായിരുന്നു. പക്ഷെ അത് കിട്ടിയില്ല. അത് എന്ത് സംഭവിച്ചു, എന്തുകൊണ്ടാണ് അങ്ങനെ ആയതെന്നും നമുക്ക് മനസ്സിലാവുന്നത്. അന്വേഷണമൊക്കെ അത് കറക്റ്റായ ലെവലിൽ അത് എല്ലാ സാക്ഷിയും, കാരണം അവന് കൊലപ്പെടുത്തിയ സമയത്തുള്ള അവന്റെ എല്ലാ സാക്ഷികളും കറക്റ്റായി തെളിവുകൾ നിരത്തി വെച്ചിരുന്നു. നിരവധി തെളിവുകൾ ഹാജരാക്കിയിട്ടും പ്രതികളെ വെറുതെ വിട്ടത് ഞെട്ടിച്ചെന്ന് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ടി ഷാജിത്ത് പ്രതികരിച്ചു. പ്രതികളെ രക്ഷിക്കാൻ പോലീസ് ശ്രമിച്ചെന്ന് കോൺഗ്രസ് ആരോപിച്ചു. ബിജെപിയുമായി മുഖ്യമന്ത്രിക്കുള്ള ബന്ധത്തിന്റെ ഫലമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ഇവർക്കൊരു വൈരാഗ്യം ഉണ്ടായിരുന്നു, അവർക്കൊരു ശത്രുതയുണ്ടായിരുന്നു, മതപരമായൊരു വിദ്വേഷം ഉണ്ടായിരുന്നു. ആ വിദ്വേഷത്തിൽ നിന്നാണ് നിരപരാധിയായ ഒരാളെ കൊല്ലാൻ ഇവർ തയ്യാറായത് എന്ന് തെളിയിക്കാനും ഇവരുടെ RSS പശ്ചാത്തലം തെളിയിക്കാൻ സാക്ഷികളുണ്ടായിട്ട് പോലും മനഃപൂർവ്വം ആ സാക്ഷികളെ വിസ്തരിച്ചില്ല എന്നതാണ്. എന്ത് സംഭവിച്ചാലും മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെടുന്നതാണ് പ്രതിപക്ഷത്തിന്റെ രീതിയെന്ന് നിയമമന്ത്രിയുടെ പരിഹാസം. എന്തു വന്നാലും ലോകത്ത് എന്ത് സംഭവിച്ചാലും അതിൽ ഗൂഢാലോചനയുണ്ട്, അതിന്റെ പുറകിൽ മുഖ്യമന്ത്രിയാണ് എന്നുള്ളത് എല്ലാ ദിവസവും നിങ്ങളോട് പറയുന്നത് വൃതമായി എടുത്തിട്ടുള്ള ഒരാളായതുകൊണ്ട് അതത്ര ഗൗരവമായി കാണേണ്ടതില്ല. കോടതി വിധിയുമായി ബന്ധപ്പെട്ട ചാനൽ വാർത്തയ്ക്ക് വിദ്വേഷ കമന്റിട്ടവർക്കെതിരെ പോലീസ് കേസെടുത്തു. കലാപാഹ്വാനം, ഇരുവിഭാഗങ്ങൾക്കിടയിൽ സ്പർദ്ധ സൃഷ്ടിക്കുക തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയാണ് കാസർഗോഡ് ടൗൺ പോലീസ് കേസെടുത്തത്. 24 കാസർഗോഡ്. പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥി JS സിദ്ധാർത്ഥന്റെ മരണത്തിൽ നടപടി വൈകുന്നതിനെതിരെ സമരം ചെയ്യുമെന്ന് കുടുംബം. കേരള സർക്കാർ ചതിച്ചുവെന്നും അന്വേഷണം അട്ടിമറിച്ചുവെന്നും സിദ്ധാർത്ഥന്റെ പിതാവ് ജയപ്രകാശ് ആരോപിച്ചു. സിദ്ധാർത്ഥ് മരിച്ച് 41-ാം ദിവസം ബലിതർപ്പണ ചടങ്ങുകൾക്ക് ശേഷം മാധ്യമങ്ങളെ കാണുകയായിരുന്നു പിതാവ് ജയപ്രകാശ്. സംസ്ഥാന സർക്കാരിനും SFIക്കുമെതിരെ ഉന്നയിച്ചത് ഗുരുതര ആരോപണങ്ങൾ. മുഖ്യമന്ത്രിയും ആഭ്യന്തര വകുപ്പും പറഞ്ഞു പറ്റിച്ചു. ആന്റി റാഗിംഗ് ബോർഡിന്റെ റിപ്പോർട്ടിൽ ഗുരുതര കണ്ടെത്തലുകളുണ്ടായിട്ടും നടപടിയെടുത്തില്ല. പോലീസിന്റെയും CBIയുടെയും അന്വേഷണം സർക്കാർ അട്ടിമറിക്കാൻ ശ്രമിച്ചു. ഇതിനെതിരെ കുടുംബസമേതം ക്ലിഫ് ഹൌസിന് മുന്നിൽ സമരം ചെയ്യുമെന്ന് ജയപ്രകാശ്. രണ്ടാമത് മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ എൻ്റെ അടുത്ത് CBI അന്വേഷണം തരാം, ഇപ്പോൾ തരാം, ഓക്കെ എന്ന് പറഞ്ഞിട്ട് അതൊരു 10-15 ദിവസം 20 ദിവസം പറഞ്ഞ് അതെന്നെ പറഞ്ഞു പറ്റിച്ചു. അപ്പോൾ എന്നെ മൊത്തം പറ്റിച്ചുകൊണ്ടിരിക്കുക ഈ ആഭ്യന്തര മന്ത്രാലയം ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഞാൻ ഈ കുരങ്ങനെ പോലെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കേണ്ട കാര്യമില്ലല്ലോ. ഞാൻ അതിന് കൃത്യമായിട്ട് ഞാൻ ഇടപെട്ടേ പറ്റുള്ളൂ. ഉടനെ ഞാൻ ഇതിന്റെ പ്രശ്നവുമായിട്ട് ഇറങ്ങും. അല്ല കുടുംബമായിട്ട് തന്നെ ഇറങ്ങും, അല്ല ഞാൻ മാത്രമല്ല. SFI സംസ്ഥാന സെക്രട്ടറി PM ആർഷോ കോളേജിൽ നിത്യസന്ദർശകനായിരുന്നുവെന്നും ആർഷോയെ പ്രതി ചേർക്കണമെന്നും ജയപ്രകാശ് ആവശ്യപ്പെട്ടു. അപ്പോൾ 8 മാസം കൊണ്ട് എൻ്റെ മകനെ ഡെയിലി രാവിലെ വൈകുന്നേരം വന്ന് സൈൻ ചെയ്യിപ്പിക്കുമ്പോൾ ഈ ആർഷോ ചോട്ടൻ നോക്കി നിരസിക്കുകയില്ലേ? എന്ന് രസിച്ചുകൊണ്ടിരുന്നത് അതെന്താ പോലീസ് അന്വേഷിക്കാത്തത്? അത് അന്വേഷിക്കണമല്ലോ. 1-2 ദിവസം കൊണ്ടല്ല. ഒരു ശരീരം മുറിവില്ലാതെ എങ്ങനെ ചതച്ച് റെഡിയാക്കാം എന്നുള്ള രീതിയിൽ അവർ കറക്റ്റായിട്ട് എങ്ങനെ കിട്ടിയിട്ടുണ്ട്. അത് തന്നെയാണ് ഈ SFI എന്നുള്ള ഈ നക്സൽ തീവ്രവാദികൾ ചെയ്തേക്കുന്നത്. സിദ്ധാർത്ഥിന്റെ മരണത്തിൽ സഹായം തേടി പോകാത്തത് തന്റെ മകനെ കൊന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടുത്തു മാത്രമാണെന്നും പോയാൽ തന്നെയും കൊല്ലുമെന്നും ജയപ്രകാശ്. ഭാര്യയുടെ ആരോഗ്യ പ്രശ്നം മാറിയാൽ ഉടൻ സമരത്തിനിറങ്ങാനാണ് തീരുമാനം. 24 തിരുവനന്തപുരം. PhD പ്രവേശനത്തിനുള്ള വിജ്ഞാപനം റദ്ദാക്കി MG സർവകലാശാല. സർവകലാശാലയുടെ വിജ്ഞാപനം വന്ന ശേഷമാണ് PhD പ്രവേശനത്തിന് നെറ്റ് സ്കോർ മാനദണ്ഡമാക്കി UGCയുടെ നിർദ്ദേശം വന്നത്. UGC മാനദണ്ഡ പ്രകാരമായിരിക്കും പ്രവേശനമെന്നും MG യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ അറിയിച്ചു. ഇൻസൈറ്റ് മീഡിയ സിറ്റി ഡയറക്ടറും ഗോകുലം ഗ്രൂപ്പ് വൈസ് ചെയർമാനുമായ VC പ്രവീണിന്റെ മാതാവ് VC ലീലാവതിയുടെ മൃതദേഹം സംസ്കരിച്ചു. കണ്ണൂരിലെ വീട്ടിലെത്തി 24 ചീഫ് എഡിറ്ററും ഫ്ലവേഴ്സ് MDയുമായ R ശ്രീകണ്ഠൻ നായർ ആദരാഞ്ജലി അർപ്പിച്ചു. ഫ്ലവേഴ്സ് ചെയർമാൻ ഗോകുലം ഗോപാലൻ, CPIM സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദൻ, 24 അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ ദീപക് ധർമ്മടം എന്നിവരും ആദരാഞ്ജലി അർപ്പിച്ചു. സോജ ഗംഗാധരൻ, ലത രാധാകൃഷ്ണൻ എന്നിവരാണ് ലീലാവതിയുടെ മറ്റു മക്കൾ. ഗോകുലം ഗ്രൂപ്പ് ഡയറക്ടർ ലിജിഷ പ്രവീൺ മരുമകളാണ്. നോക്കാം ചില വാർത്തകൾ ചുരുക്കത്തിൽ.
തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ പോസ്റ്ററുകളും ബാനറുകളും നശിപ്പിക്കുകയാണെന്ന് ആരോപിച്ച് കോട്ടയത്തെ NDA സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളി ചീഫ് ഇലക്ഷൻ കമ്മീഷണർക്ക് പരാതി നൽകി. ചിഹ്നം അനുവദിച്ചില്ലെന്ന് ആരോപിച്ച് ഉദ്യോഗസ്ഥർ പോസ്റ്ററുകൾ നശിപ്പിക്കുന്നുവെന്ന് തുഷാർ. വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ BJP സ്ഥാനാർത്ഥി K. സുരേന്ദ്രൻ ഏപ്രിൽ 4-ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. തുടർന്ന് നടക്കുന്ന റോഡ് ഷോയിൽ സ്മൃതി ഇറാനി പങ്കെടുക്കും. കോട്ടയം മെഡിക്കൽ കോളേജിന് മുൻവശത്തുള്ള കടകളിൽ തീപിടിച്ച് വൻ നാശനഷ്ടം. 2 കടകൾ പൂർണ്ണമായും 3 കടകൾ ഭാഗികമായും കത്തിനശിച്ചു. 3 മണിക്കൂർ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് തീ നിയന്ത്രണ വിധേയമായത്. വയനാട് മേപ്പാടിയിലെ സ്വകാര്യ മെഡിക്കൽ കോളേജിലെ വനിതാ ഡോക്ടറെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കോഴിക്കോട് ഫറോക്ക് സ്വദേശി ഡോക്ടർ ഫെലിസ് നസീറാണ് മരിച്ചത്. 31 വയസ്സായിരുന്നു. ജനറൽ സർജറി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറാണ്. ആശുപത്രി ക്യാമ്പസിലെ വീട്ടിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മലപ്പുറം മേൽമുറിയിൽ പോലീസ് പിടികൂടിയ സ്ഫോടക വസ്തുക്കൾ നിർവീര്യമാക്കുന്നതിനിടയിൽ തീപിടുത്തം. മേൽമുറി പടിഞ്ഞാറേ മുക്കാലിലാണ് സംഭവം. കോട്ടയത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആവശ്യങ്ങൾക്ക് നൽകാത്ത വാഹനം പിടിച്ചെടുത്തു. രാമപുരം സർവീസ് സഹകരണ ബാങ്കിന്റെ വാഹനമാണ് പോലീസ് പിടിച്ചെടുത്തത്. ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറായ കളക്ടറുടെ ഉത്തരവിലാണ് നടപടി. അൽ മുക്താദിർ ഗോൾഡൻ ഡയമണ്ട്സ് പുണ്യങ്ങളുടെ പൂക്കാലം സമർപ്പിക്കുന്നത് എല്ലാ ആഭരണങ്ങളും ഇപ്പോൾ പണിക്കൂലിയില്ലാതെ വാങ്ങാം. അൽ മുക്താദിർ ജ്വല്ലേഴ്സ്. നോക്കാം നാളത്തെ നോമ്പുതുറ സമയം. അൽ മുക്താദിർ ഗോൾഡൻ ഡയമണ്ട്സ് നോമ്പുതുറ സമയം സമർപ്പിക്കുന്നത് എല്ലാ ആഭരണങ്ങളും ഇപ്പോൾ പണിക്കൂലിയില്ലാതെ വാങ്ങാം. അൽ മുക്താദിർ ജ്വല്ലേഴ്സ്. പ്രത്യാശയുടെ നിറവിൽ ക്രൈസ്തവർ ഈസ്റ്റർ ആഘോഷിച്ചു. പീഠാനുഭവങ്ങൾക്കും കുരിശുമരണത്തിനും ശേഷം യേശു ഉയർത്തെഴുന്നേറ്റതിന്റെ സ്മരണയാണ് ഈസ്റ്റർ. ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകൾ നടന്നു. പ്രാർത്ഥനയും വ്രതശുദ്ധിയും നിറഞ്ഞ 50 നോമ്പ് ദിനങ്ങൾ. ഉയർപ്പിന്റെ സന്ദേശവുമായി ക്രൈസ്തവ വിശ്വാസികൾ ഈസ്റ്റർ ആഘോഷിക്കുകയാണ്. ലോകത്തിന്റെ പാപഭാരം ചുമലിലേറ്റി കുരിശുമരണം വരിച്ച ക്രിസ്തു 3-ാം നാൾ പുനരുദ്ധാനം ചെയ്തതിന്റെ ഓർമ്മ പുതുക്കൽ. വിവിധ ദേവാലയങ്ങളിൽ പാതിരാ കുർബാനയും പ്രത്യേകം പ്രാർത്ഥനകളും നടന്നു. പട്ടം സെന്റ് മേരീസ് കത്തീഡ്രലിൽ നടന്ന ശുശ്രൂഷകൾക്ക് ബെസേലിയോസ് ക്ലിമിസ് കത്തോലിക്ക ബാവ കാർമ്മികത്വം വഹിച്ചു. പാളയം സെന്റ് ജോസഫ് കത്തീഡ്രലിൽ ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് തോമസ് ജെനറ്റോ തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി. എറണാകുളം സെന്റ് ഫ്രാൻസിസ് അസീസി കത്തീഡ്രലിൽ മാർ ജോസഫ് കളത്തിപ്പറമ്പിലിന്റെ നേതൃത്വത്തിലായിരുന്നു ചടങ്ങുകൾ. കരിങ്ങാച്ചിറ സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി കത്തീഡ്രലിൽ നടന്ന ഉയർപ്പ് പെരുന്നാൾ ശുശ്രൂഷകൾക്ക് മലങ്കര മെത്രാപ്പൊലീത്ത ജോസഫ് മാർ ഗ്രിഗോറിയസ് കാർമ്മികത്വം വഹിച്ചു. കോഴിക്കോട് ബിഷപ്പ് വർഗീസ് ചക്കാലക്കൽ ദേവമാതാ കത്തീഡ്രലിലെ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. 24 കൊച്ചി. പ്രൈം ടൈം ന്യൂസ് പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.